ഹലോ, നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിവടയാണ്. ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. സോ പ്ലീസ് എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിന് ആവശ്യമുള്ളത് സവാള, പച്ചമുളക്, ഇഞ്ചി. സവാള നമ്മൾ ചെറുതായിട്ട് നൈസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് കൈ വെച്ച് ഞെരടി കൊടുക്കണം. അപ്പോൾ അതിലെ വെള്ളമൊക്കെ അതിലോട്ട് നമ്മുടെ പാത്രത്തിലോട്ട് ഇറങ്ങും. അപ്പോൾ ഇതിലേക്ക് എന്നിട്ട് നമ്മൾ പച്ചമുളക്, ഇഞ്ചിയും കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞ് വയ്ക്കുക. എന്നിട്ടിത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മൈദ മാവാണ്. മൈദ മാവ് ഒരു 4 സ്പൂൺ വരെ ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ വെച്ച് തന്നെ ഞെരടി കൊടുത്താൽ മതിയാവും. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിത് ഞാൻ കാണിച്ചു തരാം. അതിലിപ്പോൾ നമ്മൾ ഒരു റൗണ്ട് ഉണ്ടാക്കി നോക്കുമ്പോൾ ഒരു ഉരുള ഉണ്ടാക്കുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് ഇരിക്കണം. പിന്നെ ഞാൻ ഇതിൽ ഒരിക്കലും ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. എല്ലാം ഈ ഉള്ളിയിലുള്ള വെള്ളം തന്നെയാണ് അതിലോട്ട് ഇറങ്ങിയത്. കണ്ടോ, ഈ ഒരു പരുവമാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആ മാവിൻ്റെ. പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ചു അതിലേക്ക് നമ്മളിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തു. നമ്മൾ തീ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരിക്കലും അതിൻ്റെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ലോ ടു മീഡിയം മാത്രമേ വെക്കാൻ ശ്രമിക്കാവൂ. ഇല്ലെങ്കിൽ അതിൻ്റെ അകംഭാഗം ഒരിക്കലും വേവത്തില്ല. പുറം ഭാഗം മാത്രം മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ പതുക്കെ വെയിറ്റ് ചെയ്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിത് സ്പൂൺ യൂസ് ചെയ്ത് തിരിച്ചിടാൻ പാടുള്ളൂ. ഞാൻ ഇത് ഉണ്ടാക്കി കണ്ടിരുന്നപ്പോൾ ഒരു കാഴ്ച എടുത്തു. അപ്പോൾ നിങ്ങളും കൂടെ കാണിച്ചു തരും. കണ്ടോ, ഇതാണ് ഞങ്ങളുടെ വീട്ടിലൊരു പൂച്ചക്കുട്ടിയാണ്. 3 പേരുണ്ട്, അതിലൊരാളാണ് ഇത് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇത്രയും മൂത്താൽ മതിയാവും കേട്ടോ. ഈ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ്, ലൈറ്റ് ബ്രൗൺ എന്ന് പറയാൻ പറ്റില്ല, കുറച്ചും കൂടെ മൂക്കണം. ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. ശ്രദ്ധിക്കണം, നിങ്ങൾ ഒരിക്കലും ഫ്ലെയിം ഹൈ ഇടാൻ പാടില്ല. ഇട്ട് കഴിഞ്ഞാൽ അത് ഉൾവശം വേകാണ്ട് മാവ് പോലെ ഇരിക്കും. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉള്ളിയോടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ബൈ.